ഇനി പ്രവാസ ലോകത്തെ വാർത്തകൾ. പശ്ചിമേഷ്യയിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഷെഡ്യൂൾ ചെയ്ത സർവീസുകൾക്ക് പുറമെ പ്രത്യേക സർവീസുകളും നടത്തുമെന്ന് ഇന്ത്യൻ വിമാന കമ്പനികൾ. ഇൻഡിഗോ ദുബായിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിച്ചതായി അറിയിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ച മേഖലയിലേക്ക് 48 വിമാന സർവീസുകൾ നടത്തുമെന്ന് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും അറിയിച്ചു. ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങൾക്ക് പുറമെ യാത്രക്കാർക്കായി പ്രത്യേക സർവീസുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിൽ നിന്ന് എയർ ഇന്ത്യയും ബംഗളൂരു, ഹൈദരാബാദ്, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസും ജിദ്ദയിലേക്ക് പറക്കും. മസ്കറ്റിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് 6 ഷെഡ്യൂൾഡ് സർവീസ് നടത്തും. UAE-യിലേക്കും സൗദിയിലേക്കുമായി 30 പ്രത്യേക വിമാനങ്ങൾ എയർ ഇന്ത്യ ഗ്രൂപ്പ് ക്രമീകരിച്ചിട്ടുണ്ട്. സ്ലോട്ടുകളുടെ ലഭ്യത അനുസരിച്ചായിരിക്കും ഈ സർവീസുകൾ നടത്തുക. ദോഹ, കുവൈറ്റ്, ദമാം, ടെൽ അവീവ്, സലാല എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ദുബായിലേക്കുള്ള സർവീസുകൾ ഇൻഡിഗോ പുനരാരംഭിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഫോൺ കോളുകളിലൂടെ വ്യക്തിഗത വിവരങ്ങൾ കൈമാറരുതെന്ന് ദുബായ് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഫോണിലേക്ക് വ്യാജ OTP അയച്ച് വിവരങ്ങൾ ചോർത്തുന്ന തട്ടിപ്പ് സംഘങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിനാലാണ് നിർദ്ദേശം. ദുബായിൽ ഫോണിലൂടെ വ്യക്തിഗത വിവരങ്ങൾ ആവശ്യപ്പെട്ട തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ സജീവമായ പശ്ചാത്തലത്തിലാണ് GDRFA വീണ്ടും മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. GDRFAയുടെയും മറ്റു വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന ജനങ്ങളെ സമീപിച്ച് എമിറേറ്റ്സ് ID ഉൾപ്പെടെയുള്ള സ്വകാര്യ വിവരങ്ങൾ ആവശ്യപ്പെടുകയാണ് തട്ടിപ്പ് സംഘങ്ങളുടെ രീതി. ഇത്തരക്കാർ ഫോണിലേക്ക് അയക്കുന്ന OTP കൈമാറിയാൽ ബാങ്ക് അക്കൗണ്ടിലെ പണം ഉൾപ്പെടെ നഷ്ടമാകാൻ കാരണമാകും. സർക്കാർ സ്ഥാപനങ്ങൾ ഒരിക്കലും എമിറേറ്റ്സ് ID നമ്പർ, പാസ്പോർട്ട് വിവരങ്ങൾ, വൺ ടൈം പാസ്വേഡ് എന്നിവ പോലുള്ള സ്വകാര്യ വിവരങ്ങൾ ഫോണിലൂടെ ആവശ്യപ്പെടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ഔദ്യോഗിക പ്രതിനിധികളാണെന്ന വ്യാജേന അജ്ഞാത നമ്പറുകളിൽ നിന്ന് വരുന്ന കോളുകളോട് പ്രതികരിക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും GDRFA പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. വ്യക്തിഗതവും സാമ്പത്തികവുമായ വിവരങ്ങൾ ആർക്കും കൈമാറരുത്. GDRFAയുടെ ഔദ്യോഗിക വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ്, ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, മീഡിയ അക്കൗണ്ടുകൾ തുടങ്ങിയ വിശ്വസനീയ പ്ലാറ്റ്ഫോമുകൾ മാത്രം പിന്തുടരണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിൽ താമസ സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിന് 530 കോടി ദിർഹം അനുവദിച്ചു. ജനങ്ങളുടെ ജീവിത നിലവാരവും ക്ഷേമവും ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ലക്ഷ്യം. ദുബായിൽ താമസ സൗകര്യം വിപുലീകരിക്കുന്നതിന് UAE പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷൈഖ് മുഹമ്മദ് അൽ മക്തൂമാണ് ഫണ്ട് അനുവദിച്ചത്. എമിറേറ്റിലെ പൗരന്മാർക്ക് അനുയോജ്യമായ പാർപ്പിടം നൽകുന്നതിന് സർക്കാർ മുൻഗണന നൽകുന്നതായി അദ്ദേഹം പറഞ്ഞു. മികച്ച താമസയിടങ്ങൾ വികസന പദ്ധതികളുടെ നിർണായക ഘടകമാണെന്നും ഷൈഖ് മുഹമ്മദ് പറഞ്ഞു. അൽ അയ്യാസ്, ലത്തീഫ സിറ്റി, മുഷ്രിഫ് എന്നിവിടങ്ങളിലായി 7.1 കോടിയിലേറെ ചതുരശ്രയടി വിസ്തീർണത്തിലാണ് പദ്ധതി നടപ്പിലാക്കുക. ജനങ്ങളുടെ ജീവിത നിലവാരവും ക്ഷേമവും മെച്ചപ്പെടുത്തുന്നതിന് വിനോദ സൗകര്യങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദുബായ് നൗ ആപ്പിലെ ഇമറാത്തി പ്ലാറ്റ്ഫോമിലൂടെയാണ് താമസ സ്ഥലം അനുവദിക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.